അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം ഒരു സമയം പൂർണ്ണമായും കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഇത്രയധികം ഉയർന്ന സാമൂഹിക ചിന്താഗതിയുള്ള കേരളത്തിൽ അധ്യാപകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ രണ്ടുപേർ അവർ ഇത്രയധികം മോശമായ രീതിയിൽ ഇത്രയധികം ക്രൂരമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയോട് പെരുമാറുക എന്നുള്ളത് വളരെ വലിയ തരത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്തായാലും ഈ ഡെന്റൽ കോളേജിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ അധികൃതർ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു നിസ്സഹകരണ ഭാവമാണ് എടുത്തിരിക്കുന്നത്. ഈ അധ്യാപകർ ഒളിവിലാണ്, അവരെ കണ്ടെത്തുവാൻ പോകുന്നു എന്നുള്ളതല്ലാതെ വേണ്ട തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുകയോ അല്ലെങ്കിൽ ഈ നിതിൻ രാജിന്റെ വീട്ടിലേക്ക് എത്തുകയോ ആ അച്ഛനമ്മമാരോടൊപ്പം തങ്ങളൊപ്പം ഉണ്ടെന്ന് പറയുകയോ അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് ഈ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ സഹപാഠികളും സീനിയേഴ്സുമായിട്ടുള്ളവർ ഈ അധ്യാപകനെതിരെ കൂടുതൽ പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം കോളേജിലെത്തി തെളിവ് ശേഖരിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും വിദ്യാർത്ഥികളുടെ പരാതികളും പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികൾ, നിതിൻ രാജിനോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അവരുടെ മൊഴിയാണ് ഈ ഒരു കേസിൽ ഏറ്റവും വലിയ തെളിവായി മാറുവാൻ പോകുന്നത്. വിഷു അവധിക്ക് ശേഷം അവരിൽ നിന്നെല്ലാം തെളിവ് ശേഖരിക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. എന്താണ് ഈ കേസിൽ ഇന്ന് നടക്കുവാൻ പോകുന്ന കൂടുതൽ കാര്യങ്ങൾ? സിന്ധൂരി, ഇന്നലെ ഈ കേസിൽ ഉണ്ടായ ഒരു പ്രത്യേകത, ഈ നിതിൻ രാജിന്റെ മരണത്തിന് 4 ദിവസങ്ങൾക്ക് ശേഷം ഈ വിദ്യാർത്ഥികൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി എന്നുള്ളതാണ്. ഈ ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ റാമിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇന്നലെ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവന്നു. കാരണം നേരത്തെ തന്നെ നിരവധി പരാതികൾ ഈ റാമിനെതിരെ നൽകിയിട്ടും മാനേജ്മെന്റ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. അതാണ് ഈ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം ഈ മാനേജ്മെന്റിനെ കൂടി ഈ കേസിൽ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം കോളേജിലെത്തി വിദ്യാർത്ഥികൾ നൽകിയ പരാതികൾ കൂടി പരിശോധിച്ചിട്ടുണ്ട്. ഒപ്പം കോളേജിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘം ഇനി സഹപാഠികളിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ഇപ്പോൾ കുട്ടികൾക്ക് ഇതിന്റെ സഹപാഠികൾക്ക് ക്ലാസ് ഇല്ല, അവധിയാണ്. അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികളെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ നിതിന്റെ സുഹൃത്തുക്കളായ ചില വിദ്യാർത്ഥികളെ പോലീസ് അന്വേഷണ സംഘം ഇതിനായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ കേസിലെ പ്രതികളായിട്ടുള്ള ഡോക്ടർ റാമും സംഗീതയും ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം തടയൽ നിയമവും ചുമത്തിയതിന് പിന്നാലെ, ഇത് ജാമ്യമില്ലാ വകുപ്പുകളാണ്, അതിന് പിന്നാലെയാണ് ഇവർ ഒളിവിൽ പോയത്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കോളേജിലെ വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ, അവസാന വർഷ വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത് വരെ, അതായത് നിലവിൽ സസ്പെൻഷൻ നടപടി മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആ നടപടിയിൽ തൃപ്തരല്ല. അതുകൊണ്ട് ഡോക്ടർ റാമിനെ പുറത്താക്കുന്നത് വരെ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം നടത്തുമെന്നാണ് ഇന്നലെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായി അവർ ഇന്നലെ ക്ലാസുകളിൽ കയറാതെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും SFI നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിനൊപ്പം അണിചേരുകയും ചെയ്തിരുന്നു. അതേ നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ തുടരുന്നത്. അവർ ക്ലാസുകൾ ബഹിഷ്കരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഒരു ഭാഗത്ത് ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ അധ്യാപകർക്കും കോളേജ് മാനേജ്മെന്റിനും എതിരായ പ്രതിഷേധം കൂടി ഉയർന്നു വരുന്നുണ്ട്. സന്തോഷ്, ഇന്നലെ സന്തോഷ് ആ കോളേജിൽ നേരിട്ട് പോവുകയുണ്ടായി. അവിടെയുള്ള വിദ്യാർത്ഥികളുമായി സന്തോഷ് നേരിട്ട് സംസാരിക്കുന്നവരുടെ അവരുടെ പ്രതികരണം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നമ്മളോട് പ്രതികരിച്ച ഒരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, നാളെ എനിക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നാളെ എനിക്ക് എൻ്റെ പ്രാക്ടിക്കൽ വൈവേ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. അങ്ങനെ ഒരു പ്രതികാര നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്ന് ആ കുട്ടി നമ്മളോട് തന്നെ പറയുകയുണ്ടായി. നോക്കൂ, അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ പരീക്ഷയെ, അവരുടെ മാർക്കിനെ, അവരുടെ മുന്നോട്ടുള്ള ബിരുദത്തെയൊക്കെ ഈ ഒരു വിഷയം ഇവരിങ്ങനെ പ്രതികരിച്ചാൽ അവരെ ബാധിക്കുമോ എന്നുള്ളൊരു ഭയം തന്നെയാണ്. ഈ മാനേജ്മെന്റ് ഈ ഒരു വാക്കുകൾ തന്നെ, റാഗിംഗ് ഉൾപ്പെടെയുള്ള ഈ കേസുകളെല്ലാം തന്നെ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമല്ലേ നമുക്ക് ആ കുട്ടികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? തീർച്ചയായും അതാണ്. ഈ നിതിൻ രാജ് മരിച്ചിട്ട് ആദ്യ ദിവസങ്ങളിൽ പ്രതികരണത്തിന് തയ്യാറാകാൻ ഒരു വിദ്യാർത്ഥിയും പ്രതികരണത്തിന് തയ്യാറായില്ല. നിതിൻ രാജിന്റെ ഈ ശവസംസ്കാര ചടങ്ങുകളിൽ പോലും വിദ്യാർത്ഥികൾ പങ്കെടുത്തില്ല. അത് ഈ ഭയം കൊണ്ടാണ് എന്നുള്ളതാണ് ഇന്നലെ വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ അധ്യാപകർക്കെതിരെയോ മാനേജ്മെന്റിനെതിരെയോ പ്രവർത്തിച്ചാൽ അവിടെ സംഭവിക്കുന്നത് അവരെ പിന്നീട് പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ മാർക്ക് തുറക്കുക, ഇങ്ങനെ പ്രതികാര നടപടികൾ
സ്വീകരിക്കാറുണ്ട്. നേരത്തെ പരാതി നൽകിയ വിദ്യാർത്ഥികൾക്കെതിരെയെല്ലാം ഇങ്ങനെ പ്രതികാര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഭയം കാരണമാണ് ആദ്യ ദിവസങ്ങളിൽ പ്രതികരിക്കാതിരുന്നത്. എന്നാൽ ഇന്നലെ വളരെ ധൈര്യപൂർവ്വം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരികയും ഈ അധ്യാപകനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെ തങ്ങളുടെ ഭാവിയെ ബാധിച്ചാൽ പോലും ഈ നിതിൻ രാജിന് നീതി ലഭിക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ പുറത്തിറങ്ങി പ്രതികരണത്തിന് തയ്യാറായത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ അതേ നിലപാടിൽ, അതായത് ഇയാൾക്കെതിരെ ഈ ആരോപണ വിധേയനായ അധ്യാപകനെതിരെയുള്ള നടപടി എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അത് കോളേജിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നടപടിയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ ചില പരാതികൾ നൽകിയപ്പോൾ താൽക്കാലികമായിട്ടുള്ള ശാസനയും ചെറിയ സസ്പെൻഷനും എല്ലാം നൽകി ഈ കേസുകൾ ഒതുക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ അധ്യാപകനെ ഇനി തുടർന്നു പോകാൻ അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുള്ളത്. ശരി, സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശക്തമായ പ്രതിഷേധം ഈ അധ്യാപകർക്കെതിരെ, ആ കോളേജ് മാനേജ്മെന്റിനെതിരെ അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന വിദ്യാർത്ഥികൾ, അവർ പ്രതികരിക്കാതിരുന്നത് അവർക്ക് ആ മനസ്സിൽ പേടിയുണ്ടായിട്ടതുകൊണ്ടാണ്. അതായത് അവരുടെ ഭാവിയെ, അവരുടെ ബിരുദത്തെയൊക്കെ ഇത് ബാധിക്കുമോ എന്ന അവരുടെ ഭയമാണ് അവരെ ഇങ്ങനൊരു വിഷയത്തിൽ പ്രതികരിക്കാതിരുത്തിയത്. എന്നാൽ നിതിൻ രാജിന്റെ വർണ്ണം കൂടി വന്നപ്പോൾ ഇനിയെങ്കിലും തങ്ങൾ പ്രതികരിക്കാതിരുന്നത് മനുഷ്യ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ, അവർക്കൊപ്പമുള്ള ആളുകൾ, നിതിൻ രാജിനൊപ്പമുള്ള ആളുകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അധ്യാപകർ എന്ന് പറയുന്ന ഈ രണ്ടു പേരും, അതിൽ ഈ ഡോക്ടർ റാം എന്ന് പറയുന്നയാൾ, അദ്ദേഹത്തെ അധ്യാപകൻ എന്ന് വിളിക്കുവാൻ കൂടി തയ്യാറായ കാര്യമില്ല. കാരണം അത്രയധികം ക്രൂരതയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. തൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളോട്, നിതിൻ രാജിനോട് മാത്രമല്ല ഓരോരുത്തരോടും അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ കളർ വെച്ചിട്ട്, അവരുടെ കാസ്റ്റ് വെച്ചിട്ട്, അവരുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് ഏറ്റവും നികൃഷ്ടമായ പദങ്ങൾ ഉപയോഗിച്ച് ആ കുട്ടികളെ അഭിസംബോധന ചെയ്യുക. അവർ എന്തെങ്കിലും തരത്തിൽ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞാൽ വളരെയധികം ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറുക. പെൺകുട്ടികളെ തനിക്കടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റു കുട്ടികളെ കൊണ്ട് അടിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഡോക്ടർ റാമിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തായാലും ശക്തമായ ഒരു നടപടി സ്വീകരിക്കാതിരിക്കാൻ മാനേജ്മെന്റിന് കഴിയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണം, ഇവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഷീജയും സന്തോഷമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുന്ന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.